തിരുമേനി നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് കണ്ണനും മേൽശാന്തി എന്ന വീഡിയോ കണ്ടന്റ് അങ്ങയുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വന്നത്? അത് ചെയ്യാനുണ്ടായ സാഹചര്യം, ആദ്യത്തെ വീഡിയോ? അതായത് ഞാൻ ഇവിടെ കോഴിക്കോട് അടുത്തുള്ള മണക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേശാന്തിയായിരുന്നു. അവിടെ മഹാവിഷ്ണുവാണ്. അപ്പോൾ അവിടെ പൂജ ചെയ്യുന്ന സമയത്താണ് അവിടെയുള്ള അനുഭവങ്ങൾ എല്ലാ മേശാന്തിമാർക്കും, പൂജ കഴിക്കുന്ന എല്ലാവർക്കും അകത്ത് ഒരു അനുഭവമുണ്ട്. അത് പൊതുവേ ഭക്തന്മാർക്ക് അതറിയില്ല, അകത്തെന്താ നടക്കുന്ന കാര്യങ്ങൾ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് മറ്റുള്ള ഇതുപോലെയല്ല, ഇതിൻ്റെ ലീവോ കാര്യങ്ങളോ ഇല്ല. നമ്മുടെ ദൈനംദിന ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരു പൂജാരിയെ സംബന്ധിച്ച് ബാധകമല്ല. എന്ത് തന്നെ മഴയല്ല, പേമാരിയല്ല, കൊടുങ്കാറ്റല്ല, കൊറോണയല്ല, എന്ത് തന്നെ വന്നാലും ക്ഷേത്രം അത് കൃത്യമായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ പറയാൻ ഞങ്ങളെ സംബന്ധിച്ച് ആകെ ഉള്ളത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭഗവാനോട് അവിടുത്തെ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും അല്ലാത്ത സമയത്തും വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് കുടുംബത്തിലെ കാര്യം എന്താണെങ്കിലും അത് ഭഗവാനോടാണ് സംസാരിക്കുക. ആ ഒരു ഫീല് അല്ലെങ്കിൽ ആ ഒരു അനുഭവം നമുക്ക് ലഭിക്കാറുണ്ട്. ആ അനുഭവത്തിൽ നിന്നും പിന്നെ എൻ്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ടും കണ്ടമംഗലം എന്ന എൻ്റെ ഇല്ലത്തിൽ കാരണന്മാരൊക്കെ ഭാഗവതം സപ്താഹം തുടങ്ങിയ ആചാര്യന്മാരൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ചത് കൊണ്ടായിരിക്കാം ചെറുപ്പത്തിൽ തന്നെ ഈ ഭഗവത് കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ് വളരാൻ സാധിച്ചത്. അതുതന്നെയാണ് എൻ്റെ മകൾക്കും ആ ഒരു അനുഭവം കിട്ടാൻ കാരണം. മന്ത്രജപങ്ങൾ, അതുപോലെ ഭഗവത് കാര്യങ്ങൾ. പൊതുവേ സാധാരണ ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം വന്നാൽ അവർക്ക് ചോദിക്കാനുള്ള ഒരു അവസരങ്ങൾ വളരെ കുറവാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ എൻ്റെ കാരണവന്മാർ, വല്യച്ഛന്മാർ, അങ്ങനെ തുടങ്ങിയ ബന്ധുക്കൾ, ആചാര്യന്മാരൊക്കെ തന്നെയുള്ള കുടുംബമായതുകൊണ്ട് എന്ത് സംശയം വേണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരാനുള്ള സോഴ്സ് എൻ്റെ ഇല്ലത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഒരു ചാനൽ തുടങ്ങണമെന്ന്. ഭാഗവതം ദിവസം പാരായണം ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് മുടങ്ങാതിരിക്കാനും കൂടിയും, അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടിയും ഒരു ഉപകാരം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ദിവസം ചൊല്ലുന്ന അധ്യായങ്ങളൊക്കെ ഒരു വീഡിയോ ആക്കിയിട്ട് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അങ്ങനെ തുടങ്ങിയ 2-3 വർഷം മുന്നേ നമ്മുടെ ഈ ചാനൽ കണ്ടമംഗലം മീഡിയ. സാധാരണ എല്ലാവരും സാധാരണ ഉള്ള ചാനൽ പോലെ തന്നെ ഭക്തിപരമായിട്ടുള്ള ഭാഗവതം പാരായണം, നാരായണീയം, വേദമന്ത്രങ്ങൾ, അങ്ങനെ സാധാരണ ഒരു ചാനലായിട്ട് തുടങ്ങിയത് തന്നെയാണ്. അങ്ങനെ ആന്ധ്രയിൽ അവിടെ ശബരിമല അതേപോലത്തെ ഒരു അമ്പലമുണ്ട്. അവിടേക്ക് കഴിഞ്ഞ വർഷം പോയി. അവിടെ പൂജയൊക്കെ കഴിഞ്ഞാൽ കുറേ സമയമുണ്ട്. കാരണം നാട്ടിലാകുമ്പോൾ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടി വരും. പക്ഷെ അവിടെ ഇത് കഴിഞ്ഞാൽ, പൂജാ കാര്യങ്ങൾ കഴിഞ്ഞാൽ വൈകുന്നേരം വരെ സമയമുണ്ട്. സീസൺ അല്ലാത്ത സമയത്താകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം മനസ്സിൽ പെട്ടെന്ന് തോന്നി ആ അകത്തുള്ള ഒരു അനുഭവം. കാരണം ഒരു ദിവസം ഇതുണ്ടായ കാര്യമാണ്. ഞങ്ങൾ ഈ ചന്ദനമൊക്കെ ചാർത്തുന്ന സമയത്ത് ചില സമയത്ത് തിരക്കുള്ള സമയമൊക്കെ, അപ്പം എത്രയും പെട്ടെന്ന് ചന്ദനം ചാർത്താൻ വേണ്ടിയുള്ള ആ തിരക്കത്തിലാവും ചന്ദനം ചാർത്തുക. അപ്പം എത്ര നോക്കിയാലും അവിടെ ചന്ദനം അവിടെ നിൽക്കില്ല. ശരിക്കും ഭഗവാൻ അത് തട്ടിക്കളയുന്ന പോലെയാണ്. അത് പല ഇത് നോക്കും. പിന്നെ അവസാനം ഈ ഏറ്റവും ഇതെന്താ വെച്ചാൽ നടയടച്ച്, ഈ പൂജാ സമയത്ത് നടയടച്ചിട്ട സമയത്താവും ഭക്തന്മാരൊക്കെ നിറച്ച് പുറത്ത് കാത്തിരിക്കും. കാരണം പൂജയുടെ നട അടയ്ക്കുന്നതിന് മുന്നേ സാധാരണ ഒരു വിഗ്രഹമായിട്ടാണ്. നട തുറക്കുമ്പോഴാണല്ലോ ഈ അലങ്കാരത്തോട് കൂടി കാണുക. ഒരു ശാന്തിക്കാരനെ സംബന്ധിച്ച് അകത്ത് ഭഗവാനോട് ഒരു വല്ലാത്തൊരു പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഭഗവാനോട് പറയാ, ഭഗവാനെ ആൾക്കാരെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ പലപ്പോഴും അവിടെ വെറുതെ ഇങ്ങനെ വെക്കലേ ഉണ്ടാവുള്ളൂ. അത് എങ്ങനെ നിൽക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ശാന്തിക്കാർക്ക് ഈ പറയുന്ന കാര്യം വേഗം അവർക്ക് റിലേറ്റ് ആവും. കാരണം ആ തിരക്കിനിടോ ആകെ 5 മിനിറ്റ് സമയം പോലും ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് ചന്ദനൊക്കെ ചാർത്തുന്ന സമയത്താവും ഭഗവാൻ ഇങ്ങനെ ശരിക്കും ഒരു കുട്ടിക്കളി കളിക്കുന്ന പോലെ. അപ്പൊ ആ ഒരു അനുഭവം ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യത്തെ വീഡിയോ. അങ്ങനെ അപ്പം ഇന്ന് AI പോലെ സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ വിഗ്രഹം റിയലായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു റിയൽ ഫീൽ ഉണ്ടാവില്ല. പക്ഷെ മനസ്സിലാണ് നമുക്കൊക്കെ റിയലായിട്ട് അനുഭവം ഉണ്ടാവുക. പക്ഷെ ദൃശ്യമായിട്ട് നമുക്ക് ഇന്നത്തെ ടെക്നോളജി കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്നാ ഒന്ന് പരീക്ഷിച്ചു നോക്കാം
ഏതായാലും ഞാൻ അവിടെ മുന്നേ പഠിച്ചത് ഈ മൾട്ടിമീഡിയ അനിമേഷനൊക്കെയാണ്. അപ്പോൾ പഠിച്ച കാര്യം ഉപയോഗിക്കാനും കൂടി ഒരു അവസരമായി തീർന്നു. അങ്ങനെ ആദ്യത്തെ വീഡിയോ ആ ചന്ദനം ചാർത്തുന്ന ആ വീഡിയോ ആണ്. അപ്പോൾ അത് സാധാരണ മാതിരി പോസ്റ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ മെസ്സേജ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ സംഭവം. അപ്പോൾ ആദ്യം ഒന്ന് എനിക്ക് മനസ്സിലായില്ല എന്തൊക്കെയാണുള്ളത്. അത്ഭുതം വരുന്നത് ഇങ്ങനെ. കാരണം ഈ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. അതിങ്ങനെ ചാനൽ ഇങ്ങനെ നോക്കുന്നുണ്ട്, പെട്ടെന്നുണ്ട് സബ്സ്ക്രൈബ് കൂടുന്നുണ്ട്, ഒരു ഭാഗത്തൂടെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കമൻറ്റുകൾ ഇങ്ങനെ വന്ന് വരുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് വല്ല എന്തെങ്കിലും പ്രശ്നമായോ എന്ന് വിചാരിച്ചു. യൂട്യൂബിൽ വല്ല എന്തെങ്കിലും അബദ്ധം ആയിപ്പോയോ, കാരണം അതിൻ്റെ ടെക്നോളജി വല്ലാണ്ട് ആ സമയത്ത് അറിയില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് അപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ വിളിക്കാൻ തുടങ്ങി. കണ്ടു ശാന്തിയിലെ ഇത് കണ്ടു അറിയുന്നവർ. അപ്പം അങ്ങനെ അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്തായാലും ആ വീഡിയോ ഭക്തന്മാരെ ഏറ്റെടുത്തു. പിന്നെ രണ്ടാമത്തെ വീഡിയോ ആയപ്പം ഇതേ ഇതെന്ന് ആശയം അടുത്ത മനസ്സിലേക്ക് ഭഗവാൻ തോന്നിക്കുന്ന പോലെ തന്നെയാവും. പെട്ടെന്ന് അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചപ്പോൾ അപ്പോൾ അന്നത്തെ ദിവസം തന്നെ ഭക്തന്മാർ പറഞ്ഞു വളരെ നല്ല രസമുണ്ട്, ഇത് നിർത്തരുതേ എന്ന് പറഞ്ഞിട്ട് കമൻറ്റുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ദിവസം എന്താ ചെയ്യേണ്ടതെന്നുള്ള സംശയം വന്നു. അപ്പോഴാണ് ഒരാശയം വന്നു, ഇതിപ്പം മേശാന്തി പറയണത് ഓക്കെ, ഇനി കണ്ണൻ കൂടി ഇങ്ങോട്ട് നമുക്ക് റിയലായിട്ട് മറുപടി ആയിട്ട് പറയുന്നത് പോലെ ഒന്ന് വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ആ സമയത്താണ് മകള് വരുന്നത്. മകളെ എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഈ ഒരു മനസ്സിൽ ഈ ആശയം വന്നപ്പോഴാണ് അച്ഛാ കണ്ണന് ഞാൻ ശബ്ദം കൊടുക്കാന്ന് പറഞ്ഞിട്ട് മോള് വരികയുണ്ടായത്. അപ്പൊ അങ്ങനെയാണ് ആ ആദ്യത്തെ വീഡിയോ മഞ്ചാടി ഗുരുവിടെ. അപ്പൊ മനസ്സിലതാ പെട്ടെന്ന് വന്ന് കണ്ണന്റെ ആദ്യത്തെ മഞ്ചാടിയുടെ ഒരു വിഷയമാവാന്ന് പറഞ്ഞിട്ട്. അപ്പൊ സ്ക്രിപ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. എന്താ വെച്ചാ അപ്പൊ തമ്പൂരിനോട് പറഞ്ഞു അതിനെ നമുക്ക് പറഞ്ഞ് ഞാൻ എന്താണോ പറഞ്ഞത് അതിന് മറുപടി പറഞ്ഞോ അതുകൊണ്ട് അങ്ങനെ തുടങ്ങി. അതിലാണ് പിന്നെ ഭഗവാനുള്ള ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അപ്പൊ സ്വതവേ ഭാഗവതത്തിലൊക്കെ സപ്താഹത്തിന്റെ ഇടയ്ക്ക് ഒരു കീർത്തനമാകും, പൂമാമ്പഴം രാമയ്യങ്കറി. ഈ പാട്ട് നമ്മളെല്ലാരും പാടാറുണ്ട്. അപ്പൊ എന്നാ അതൊന്ന് റിയൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പടല്ലേ വേശാന്തി എന്നുള്ള അത് ഞാൻ അത്രയേ അവളോട് ഇതാണ് സംഗതി ഈ ഒരു കീർത്തനം. അപ്പൊ അവള് അത് റിയലായിട്ട് അപ്പടല്ലേ വേശാന്തി അതങ്ങോട്ട് അതും ഒക്കെ കൂടി വന്നപ്പോ ആ റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊന്നും ഈ ഫീല് വന്നില്ല. അവിടെയാണ് ഒരു അത്ഭുതം എനിക്ക് തോന്നാറ്. എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഫൈനലിലോട്ടാണ് കടന്നു കഴിയുമ്പോൾ അവിടെ എന്തോ ഒരു മിറാക്കിൾ സംഭവിക്കുന്നുണ്ട്. കാരണം എഡിറ്റിങ്ങിലുള്ള വോയിസ് തന്നെ, പക്ഷെ അത് വിഷ്വലും എല്ലാം കൂടി ഒന്നിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ അപ്പൊ അവിടെ മുതൽ വേദനയോ അല്ലെ വിനീതോ ഒന്നുമില്ല. അങ്ങനെയാണ് ആ ഒരു മാറ്റം. അത് റിയലായിട്ട് എന്തോ ഒരു അല്പം വലിയ സംഭവിച്ചത്. അങ്ങനെയാണത് ആദ്യത്തെ വീഡിയോ അങ്ങോട്ട് വൈറലായി, എല്ലാ ഭക്തന്മാരും ഏറ്റെടുത്തു. അതിൽ വളരെ സന്തോഷം.